ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ കെ ചന്ദ്രൻപിള്ള ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലിപ്പോൾ അതല്ലാത്ത കാര്യങ്ങൾക്ക് ഈ സംവിധാനം ഉപയോഗപ്പെടുത്തണമോ വേണ്ടയോ എന്നുള്ള ആലോചിച്ചപ്പോൾ ഞങ്ങളത് ആകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫുട്ബോൾ ടർഫിന് പരിക്ക് വരാതിരിക്കുക എന്നുള്ളതാണ്. ഫുട്ബോൾ ടർഫിന് ദോഷം വന്നാൽ ISLൻ്റെ എല്ലാം പ്രോട്ടോക്കോൾ പ്രകാരം അവർ അതിനകത്ത് തെറ്റായ ഒരു രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് വന്നാൽ പിന്നെ നമുക്ക് കളികൾ കിട്ടില്ല. ആ കാര്യത്തിൽ ഏറ്റവും നല്ല ജഡ്ജ്മെൻറ്റ് നടത്തി സമയാസമയങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സാണ്. ഇപ്പോൾ അവരുടെ ഹോം ഗ്രൗണ്ടാണ്. അവരത് ഫലപ്രദമായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം വരുന്നത് ടർഫിലേക്ക് ഈ 10-12,000-ഓളം കുട്ടികൾ വന്ന് ഒരു നടന പരിപാടി നടത്തുമ്പോൾ ടർഫിനെല്ലാം സംഭവിക്കുമെന്നുള്ളൊരു പ്രശ്നം വന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ടർഫിന് ദോഷം വരാത്ത ഒരു ടൈല് ലേ ചെയ്യുന്ന സംവിധാനമുണ്ട്, ട്രാൻസ്പെറൻറ്റ് ടൈല്. ഇപ്പോൾ സൂര്യപ്രകാശം കടന്നു പോകുന്ന ടർഫിന് ദോഷം വരാത്ത ആ ടൈലിടണമെങ്കിൽ ഇന്നത്തെ ചുറ്റുപാടിൽ 10-21 ലക്ഷം രൂപ വരും. അഹമ്മദാബാദിലെല്ലാം മൾട്ടി പർപ്പസിന് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. അവരാദ്യം അത് സമ്മതിച്ചെങ്കിലും പിന്നീട് അവരൊന്ന് പറഞ്ഞു അത്രയും ചിലവ് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഞങ്ങൾ ടർഫിലേക്ക് കയറില്ല എന്ന് തോന്നുന്നു. നിങ്ങളിന്നലെ കണ്ടു കാണും, ടർഫിലേക്ക് ആരും കയറിയിട്ടില്ല. ആ ടർഫ് എന്നുവെച്ചാൽ കളി നടക്കുന്ന പ്രധാന ഗ്രൗണ്ടിൻ്റെ അതിർത്തി കഴിഞ്ഞുള്ള പെറിഫറിയിലാണ് ഈ കുട്ടികൾ നിന്നിരുന്നത്. എല്ലാ പടങ്ങളിലും ഉണ്ടത്. അപ്പോൾ അങ്ങനെയാണ് അനുവാദം കൊടുത്തത്. ആ അനുവാദം കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ VIP പവിലിയൻ്റെ ഭാഗത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. അവിടെ അഡീഷണലായിട്ടൊരു ഔട്ട്ഫിറ്റ് കൊണ്ടുവരുമ്പോൾ അത് വേണ്ടത്ര കരുതലില്ലാതെ ചെയ്തെന്ന് വേണം കണക്കാക്കാം. പക്ഷേ അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് ഞങ്ങളെക്കാൾ സേഫ്റ്റി സെക്യൂരിറ്റി അതോറിറ്റീസാണ്. അവരുടെ വരട്ടെ. ഞാൻ പറയുന്നത് ഭാവിയിലും ഇത്തരം പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കേണ്ടതായിട്ട് വരുമ്പോൾ ഈ അനുഭവം കൂടി വെച്ചുകൊണ്ട് സേഫ്റ്റി പ്രോട്ടോക്കോള് വളരെ പ്രധാനമായിട്ട് എടുക്കും. അതോറിറ്റി ഇതിൽ നിന്ന് മതിയായ ഒരു നിഗമനത്തിലെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. അത് ഞാൻ പോലീസിൻ്റെയും കൂടി റിപ്പോർട്ട് വരണം. കാരണം നമ്മൾ സേഫ്റ്റിയും സെക്യൂരിറ്റിയും അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണെന്ന് കരാറിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുവേണ്ടി ചെയ്യേണ്ട വിവിധ ഏജൻസികളെ കോർഡിനേറ്റ് ചെയ്യേണ്ട അവരുടെ കോർപ്പറേഷൻ, ഫയർ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അത് അവർ വേണ്ടത്ര ചെയ്തോ ഇല്ലയെന്നുള്ളത് ഇല്ല ഞാൻ തീർത്തിപ്പോൾ പറയുന്നില്ല. പക്ഷേ പരിശോധിച്ചിട്ട് വേണം. അതിൽ പരിശോധിക്കേണ്ട ഏജൻസി പോലീസ് തന്നെയാണ് പറയേണ്ടത്. ഞങ്ങൾ അവരോട് കോർഡിനേറ്റ് ചെയ്യും. ഇപ്പോൾ ഇത്ര പറയാം. ഇല്ല, ഞാനിപ്പോൾ പറയട്ടെ. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ പത്രക്കുറിപ്പിൽ അതെല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു ഡിബേറ്റിൻ്റെ നമുക്ക് നിൽക്കേണ്ട കാര്യം അങ്ങനത്തെ അല്ല ഇഷ്യൂ. ഞാൻ പറഞ്ഞതിനകത്തെല്ലാം ഉണ്ട്. അതെല്ലാവരും സഹകരിക്കണം. ഓക്കെ, പരാതിയെല്ലാം നടപടിയെടുക്കുമല്ലോ. പിന്നെ ഞങ്ങൾ അവരെ നോട്ടീസ് കൊടുത്ത് വിളിക്കും. ഇതിനകത്ത് ഉത്തരം പറയേണ്ട ഭാഗത്തല്ല അവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരു രീതി അതോറിറ്റി എടുക്കും. കാരണം ഇത് ഒരുപാട് കാലം നിൽക്കേണ്ട ഒരു സംവിധാനമാണ്. അത് ചെയ്യും. ഒരു കാര്യം കഴിഞ്ഞ ദിവസം GCD ഉദ്യോഗസ്ഥരോട് എത്തിയപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേജ് പണിയുന്നുണ്ടായിരുന്നു, അത് പാടില്ല എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതടക്കം ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നിരവധി കത്തിക്കാൻ മാത്രമാണെന്ന് അവർ പറഞ്ഞു. അങ്ങനെയാണ് സംഭവിച്ചത് പറയുന്നത്. അതെ, അങ്ങനെ വശമുണ്ട്. വേറെ ഒരു പർപ്പസും ഇല്ല. ഒരാളുടെ പ്രസംഗം ഉണ്ടായിരുന്നില്ല, ആരും അതിനൊന്നും നിന്നിട്ടില്ല. അത് മാത്രമേ ചെയ്തുള്ളൂ. അത് കുറേ കൂടി സേഫായിട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ടത് നടന്നിട്ടില്ല എന്നുള്ള സംഭവം. നമുക്ക് ഇതിൽ കൂടുതൽ ഇതിനകത്തൊരു ഡിബേറ്റിന് സ്കോപ്പില്ല. നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ. കളി വരുമ്പോൾ വയ്ക്കും. പിന്നെ റെഗുലറായിട്ട് അങ്ങനെ വെക്കാൻ അവിടെ ആരും പോകില്ല. റെഗുലറായിട്ട് ആരും അങ്ങോട്ട് പോകില്ല. ഞാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള പത്രക്കുറിപ്പിൽ പരിശോധിച്ചതിന് ശേഷം അങ്ങോട്ട് ചേർക്കാം. ഓക്കെ. അതിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അത് ചെയർമാൻ കെ ചന്ദ്രൻപിള്ള മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള വാർത്താക്കുറിപ്പിൽ കൃത്യമായി വിശദാംശങ്ങൾ പറയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. വീഴ്ച ഏതൊക്കെ ഭാഗത്തു നിന്ന് ആരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്, ഇതിലെ ഏകോപനത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ വാർത്താക്കുറിപ്പിൽ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്ന വിവരം.